Welcome to StuTrend. നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. സോ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അപ്പോൾ ആദ്യത്തെ പാർട്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഒട്ടും ഡിലേ ആക്കുന്നില്ല, നമുക്ക് കണ്ടന്റിലോട്ട് കടക്കാം. വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിലെ അല്ലെങ്കിൽ ആ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ എൻഡപ്പ് ചെയ്തത് റിഫ്ലക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. നമ്മളിവിടെ ബിഗിൻ ചെയ്യുന്നത് റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. അപ്പൊ എന്താണ് റിഫ്ലക്ഷൻ, എന്താണ് റിഫ്രാക്ഷൻ എന്നല്ല നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഫൈൻ. സോ നമ്മൾ റിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ എന്താണ്, രണ്ട് മീഡിയംസ് വേണം അല്ലെ. രണ്ട് മീഡിയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. ഒരു ഫസ്റ്റ് മീഡിയം, ഒരു സെക്കൻഡ് മീഡിയം, അല്ലെങ്കിൽ ഒരു ഡെൻസറും ഒരു റയറർ മീഡിയവും. ഞാൻ രണ്ട് മീഡിയംസ് കൺസിഡർ ചെയ്യാണ്, ഫസ്റ്റ് മീഡിയം, സെക്കൻഡ് മീഡിയം. ഫസ്റ്റ് മീഡിയം ഞാൻ എടുക്കുന്നത് എയർ ആണ്, ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം. റയറർ മീഡിയം ആണ് ഞാൻ ഫസ്റ്റ് മീഡിയം ആയിട്ട് എടുക്കുന്നത്, എയർ. സെക്കൻഡ് മീഡിയം കുറച്ചുകൂടി ഡെൻസിറ്റി കൂടിയ മീഡിയം എടുക്കുന്നുണ്ട്. ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആയിട്ടും സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ N2 ആയിട്ടും എടുക്കണം. ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ഉം സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ഉം. സെക്കൻഡ് മീഡിയം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡെൻസിറ്റി കൂടിയ മീഡിയമാണ്, ഡെൻസർ മീഡിയമാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സർഫേസിലോട്ട് ഒരു പ്ലെയിൻ വേവ് ഇൻസിഡന്റ് ചെയ്യുകയാണ്. ഈ പറയുന്ന സർഫേസിലോട്ട് ഒരു പ്ലെയിൻ വേവ് ഇൻസിഡന്റ് ചെയ്യുകയാണ്. അപ്പൊ പ്ലെയിൻ വേവ് നമ്മൾ റിഫ്ലക്ഷനിൽ പഠിച്ച പോലെ തന്നെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്, അതേ മോഡിൽ തന്നെ വരച്ചിരിക്കുകയാണ്. സോ ഇതിന് നമുക്ക് നെയിം ചെയ്യാം, PQRS എന്ന രീതിയിൽ നമുക്ക് ഈ പ്ലെയിൻ വേവിനെ നെയിം ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലെയിൻ വേവിനെ നെയിം ചെയ്തിരിക്കുന്നത് PQRS എന്ന രീതിയിലാണ് നെയിം ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് വരയ്ക്കണം, ഒരു നോർമൽ വരയ്ക്കണം. ഞാനൊരു നോർമൽ വരച്ചിട്ടുണ്ട്. സോ ഈ I എന്ന് പറയുന്നത് ഞാൻ മാർക്ക് ചെയ്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. സോ ഈ പറയുന്ന വേറെ ആംഗിൾ എന്ത് വരും, 90 - I എന്ന് വരും. 90 - I എങ്ങനെയാണ് വന്നത്, ഇങ്ങനെയാണ് നമ്മുടെ ആംഗിൾ കിടക്കുന്നത്. ഇത് നോർമൽ ആണ്. സോ ഇത് I ആണെങ്കിൽ ഇത് എന്ത് വരും, 90 - I എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ഈ ആംഗിൾ എന്ത് വരും, ഇത് I ആയിട്ട് വരും. എങ്ങനെയാണ് ആംഗിൾ I വന്നത്, ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമലും ഈ പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് നോക്കുമ്പോൾ ഇത് 90 ഡിഗ്രി ആണ് ടോട്ടൽ. ഇത് 90 - I ആണെങ്കിൽ ഇത് I ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആണ്. സോ വേറെ ആംഗിൾ എന്ന് പറയുന്നത് 90 - I ആണ്. ഹൊറിസോണ്ടൽ ആയിട്ട് കമ്പയർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് I ആയിരിക്കും. ഇത്രയും കാര്യങ്ങളുടെ ബേസിക് ഐഡിയ നിങ്ങൾക്ക് വേണം. ഫൈൻ. ദെൻ നമുക്കറിയാം, ഒരു റയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ടുവേർഡ്സ് ദ നോർമൽ ആയിട്ട് അത് എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യും. ഇറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ, നോർമലിന് അടുത്തോട്ട് അത് ബെൻഡ് ചെയ്ത് മൂവ് ചെയ്യും. ഫൈൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R ആയിട്ട് നമ്മൾ എടുക്കണം. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ടേക്കൺ ആസ് R. അതേപോലെ തന്നെ ഈ ലൈറ്റും വന്നിട്ട് ഇവിടെ ഇൻസിഡന്റ് ചെയ്യും. ഈ ലൈറ്റും ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെയും എന്ത് വരയ്ക്കാം, നോർമൽ കാര്യങ്ങൾ വരയ്ക്കാം. സോ ഇവിടെയും റിഫ്രാക്ട് ചെയ്യുന്ന ആംഗിൾ നമുക്ക് എന്തായിട്ട് എടുക്കാം, R ആയിട്ട് എടുക്കാം. ഇവിടെയും റിഫ്രാക്ട് ചെയ്യുന്ന ആംഗിൾ R ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കൺസെപ്റ്റ് ആണ്, അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ലൈറ്റ് ഇപ്പൊ R ആണ് ഈ പോയിന്റ് എടുത്തിരിക്കുന്നത്. ഈ പോയിന്റ് നമുക്ക് T ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ പോയിന്റ് T ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. R മുതൽ T വരെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് C ആണ്. കാരണം ഇവിടെ എന്ന് പറയുന്നത് എയർ ആണ്. എയറിലുള്ള ലൈറ്റിന്റെ വെലോസിറ്റി നമ്മൾ എടുക്കുന്നത് C ആയിട്ടാണ്. C is the velocity of light in air. ഓക്കെ, ഫൈൻ. സോ T എന്ന് പറയുന്ന ടൈം പീരീഡിലാണ് ഇവിടെ ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നത്. സോ ഈ പറയുന്ന RT എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം, CT ആയിട്ട് എഴുതാം. RT can be written as CT. C means ഇവിടെയുള്ള വെലോസിറ്റി ആണ്, T എന്ന് പറയുന്നത് ഇവിടെയുള്ള ടൈം ആണ്. അതായത് ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം നമ്മൾ എഴുതില്ലേ. ഫൈൻ. സോ RT നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, CT ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. RT is taken as CT. അപ്പൊ നമുക്ക് ഇതേ ഡിസ്റ്റൻസ് നമുക്ക് ഈ പറയുന്ന ലൈനിലും എടുക്കണം. റിഫ്രാക്ട് ചെയ്ത് വരുന്ന ഈ പറയുന്ന ലൈനിൽ നമുക്ക് അതേ ഡിസ്റ്റൻസ് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് എടുക്കുകയാണ്, അതേ ഡിസ്റ്റൻസ് എടുക്കണം. T എന്ന് പറയുന്ന ടൈമിൽ ഇവിടെ ലൈറ്റ് ട്രാവൽ ചെയ്ത് ദൂരം നമ്മൾ എടുക്കുകയാണ്. സോ ഇവിടെ എടുക്കുമ്പോൾ അത് VT ആയിട്ട് വരും. കാരണം എന്താണ്, ഈ പോയിന്റ് നമുക്ക് W ആയിട്ട് എടുക്കുകയാണ് വെക്കുക. സോ QW equal to VT എന്ന് വരും. എന്തുകൊണ്ടാണ് VT വന്നത്, V is the velocity of light in denser medium. ഡെൻസർ മീഡിയത്തില് ലൈറ്റിന്റെ വെലോസിറ്റി V ആണ്. റയറർ മീഡിയം അതായത് എയറിൽ ലൈറ്റിന്റെ വെലോസിറ്റി C ആണ്. ഡെൻസർ മീഡിയത്തിൽ എയറിന്റെ വെലോസിറ്റി V ആണ്. അപ്പോൾ ഈ പറയുന്ന റയറർ മീഡിയത്തിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് CT ആണ്. ഡെൻസർ മീഡിയത്തിൽ ലൈറ്റ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് VT ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. സോ ഇതേ ഡിസ്റ്റൻസ് നമ്മൾ എവിടെ മാർക്ക് ചെയ്തു, ഈ പറയുന്ന Qയിൽ നിന്ന് മാർക്ക് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പൊ W എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന Tയും Wയും തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. Tയും Wയും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കാം. അപ്പൊ എന്താ ചെയ്തത്? ആദ്യം ആറിൽ നിന്ന് ടി വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ സി ടി ആയിട്ട് എടുത്തു. ആറിൽ നിന്ന് ടി വരെയുള്ള ഡിസ്റ്റൻസ് സി ടി ആയിട്ട് എടുത്തു. എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ആർ ഈ പറയുന്ന ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്ന എയർ ആണ്. എയറിലുള്ള ലൈറ്റിന്റെ വെലോസിറ്റി നമ്മൾ സി ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സോ അവിടെയുള്ള ഡിസ്റ്റൻസ് എന്ത് വരും? സി ടി എന്ന് വരും. ഇതേ ഡിസ്റ്റൻസ് നമ്മൾ ക്യൂവിൽ നിന്ന് എടുക്കുകയാണ്. സോ അവിടെ വരുമ്പോൾ വി ടി എന്ന് വരും. കാരണം വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഡെൻസർ മീഡിയം നമ്മൾ വി ആയിട്ട് എടുക്കുകയാണ്. ഫൈൻ. So QW equal to VT. Then നമ്മൾ ഈ ലൈൻ ജോയിൻ ചെയ്ത് വെച്ചു. ഈ ആംഗിൾ 6 ആണെങ്കിൽ ഇത് എത്ര വരും? 90 മൈനസ് 6 വരും. ഇത് എത്ര വരും? ഇത് 6 ആയിട്ട് വരും. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആണ്. ഇതേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 6 ആണ്, ഇത് 90 മൈനസ് 6 ആണ്. സോ ഇത് 6 ആയിട്ട് വരും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സോ ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് 6, ഇത് 90 മൈനസ് 6, ഇത് 6 ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ മുൻപിൽ ചെയ്ത പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാൻ പോണ്. സോ സൈൻ ഐ നമുക്ക് കണ്ടുപിടിക്കാം. സൈൻ ഐ ഈക്വൽ ടു എന്താണ്? ഇതാണ് ഐ. അപ്പൊ സൈൻ ഐ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ആർ ടി ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ക്യൂ ടി ആണ്. ക്യൂ ടി. അപ്പൊ ആർ ടി ബൈ ക്യൂ ടി എന്ന് വരും. സൈൻ ആർ ഈക്വൽ ടു എന്ത് വരും? സൈൻ ആർ. ഇതാണ് ആർ എടുത്തിരിക്കുന്നത്. സോ സൈൻ ആർ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ക്യൂ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ക്യൂ ടി തന്നെയാണ്. ക്യൂ ടി ആണ് ഹൈപ്പോട്ടന്യൂസ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ആർ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ടി എന്ന് പറഞ്ഞാൽ സി ടി ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ? therefore ഇതിൽ തന്നെ ഞാൻ എഴുതുകയാണ് സി ടി ഡിവൈഡഡ് ബൈ ക്യൂ ടി എന്ന് എഴുതാം. ഇവിടെ എന്താണ്? വി ടി ഡിവൈഡഡ് ബൈ ക്യൂ ടി എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഈക്വൽ ടു n2 ഡിവൈഡഡ് ബൈ n1 ഈക്വൽ ടു എന്ത് വരും? സി ടി ഡിവൈഡഡ് ബൈ ക്യൂ ടി ഹോൾ ഡിവൈഡഡ് ബൈ വി ടി ബൈ ക്യൂ ടി എന്ന് വരും. ക്യൂ ടിയും ക്യാൻസൽ ചെയ്ത ബാക്കി എന്താ ഉള്ളത്? സി ടി ബൈ വി ടി മാത്രമേ ഉള്ളൂ. ടിയും ക്യാൻസൽ ചെയ്താൽ സി ബൈ വി എന്ന് കിട്ടി. സി ബൈ വി എന്ന് കിട്ടി. നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ n2 ബൈ n1 ഈക്വൽ ടു സി ബൈ വി. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഓർ വെലോസിറ്റി ഓഫ് പ്ലെയിൻ വേവ് ഇൻ ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം. ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റിഫ്രാക്ഷന്റെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഈ ഒരു ഡയഗ്രാമിനാണ്. സോ ഡയഗ്രാം പ്രോപ്പർ ആയിട്ട് വരയ്ക്കുക. ദെൻ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈമിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എൻ എന്ന് പറയുന്നത്. സോ ഇവിടെ സൈൻ ഐ ബൈ സൈൻ ആർ നമ്മൾ സൈൻ ഐയും സൈൻ ആറും നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് സി ബൈ വി എന്ന് കിട്ടുന്നു. നമുക്കറിയാം സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എൻ ഈക്വൽ ടു n2 ബൈ n1 ആണ്. സോ n2 ബൈ n1 ഈക്വൽ ടു സി ബൈ വി എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഈ ചാപ്റ്ററിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. പല പരീക്ഷകളിലും ഇതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. സോ പോളറൈസേഷനിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റുന്ന ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് പറയുക? പോളറൈസേഷൻ എന്ന് പറയാം. സോ ആദ്യം അൺപോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്ന് നമുക്കറിയാം. അൺപോളറൈസ്ഡ് ലൈറ്റ് എന്താണ്, അതുപോലെ തന്നെ പോളറൈസ്ഡ് ലൈറ്റ് എന്താണ്. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ പോളറൈസേഷൻ എന്താണെന്ന് പഠിച്ചിട്ട് കാര്യമുള്ളൂ. സോ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഡയറക്ഷനുകളിൽ വൈബ്രേഷൻ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാം. ദ ലൈറ്റ് ഇൻ വിച്ച് വൈബ്രേഷൻസ് ആർ ഇൻ മോർ ദാൻ വൺ ഡയറക്ഷൻ. ഒന്നിൽ കൂടുതൽ ഡയറക്ഷനിൽ വൈബ്രേഷൻസ് ഉള്ള ലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാം. ഒരു ഡയറക്ഷനിൽ മാത്രമായി വൈബ്രേഷൻസ് റെസ്ട്രിക്ട് ചെയ്യപ്പെട്ട ലൈറ്റിനെ നമ്മൾ എന്ത് പറയും? പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നിൽ കൂടുതൽ ഡയറക്ഷനിൽ വൈബ്രേഷൻസ് ഉള്ള ലൈറ്റിനെ നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. ഒരു ഡയറക്ഷനിൽ മാത്രം വൈബ്രേഷൻ ഉള്ള ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. ഇനി എന്താണ് വൈബ്രേഷൻസ് എന്ന് പറയാം? അതായത് നമുക്ക് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ എന്ത് പറയാ? ലൈറ്റ് വേവ് എന്ന് പറയാം. ലൈറ്റ് വേവ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് ഒരു എക്സാമ്പിൾ ആണ്, നമുക്കറിയാം. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ കേസിൽ. സോ ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് നോക്കിയാൽ എക്സ് ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്, വൈ ആക്സിസ് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയും.
സോ ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നിൽ കൂടുതൽ ഡയറക്ഷനിൽ ഇവിടെ വൈബ്രേഷൻസ് ഉണ്ടാവും. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡയറക്ഷനിൽ വൈബ്രേഷൻ ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് മറ്റൊരു ഡയറക്ഷനിൽ വൈബ്രേഷൻസ് ഉണ്ടാവും. സോ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു വേവ് അല്ലെങ്കിൽ ഒരു ലൈറ്റിന്റെ കേസിൽ ഒന്നിൽ കൂടുതൽ ഡയറക്ഷനിൽ വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. ഈ പറയുന്ന ഒന്നിൽ കൂടുതൽ ഡയറക്ഷനിലുള്ള വൈബ്രേഷനിലുള്ള ലൈറ്റ് വേവിനെ നമ്മൾ ഒരു ഡയറക്ഷനിലോട്ട് മാറ്റുന്ന ഫിനോമിനനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഇനി നമ്മൾ പോളറൈസേഷൻ എന്താണ് നടക്കുന്നത് നമുക്ക് ഡയഗ്രാമാറ്റിക്കലി നോക്കാൻ വേണ്ടി പറ്റും. സോ ഒന്നിൽ കൂടുതൽ വൈബ്രേഷൻസ് ഉള്ള ലൈറ്റ് വേവ്, അപ്പൊ ഈ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് ഒരു ഡയറക്ഷനിലുള്ള വൈബ്രേഷൻസ് ആണ്. ഈ ഡോട്ടഡ് ലൈൻസ് സൂചിപ്പിക്കുന്നത് മറ്റൊരു വേ ഓഫ് വൈബ്രേഷൻസ് ആണ്. അതായത് ഇത് 3 ഡയമെൻഷണൽ ഫിഗർ ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് കാണുന്നത്, ഈ പറയുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കാണുന്നത് ഒരു വേ ഓഫ് വൈബ്രേഷൻസ് ആണ്. ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ശരിക്കും ഇത് ഇങ്ങനെ, ഡോട്ടഡ് ലൈൻ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇത് മറ്റൊരു വേ ഓഫ് വൈബ്രേഷൻസ് ആണ് ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത്. സോ ഇത് 2 വേ ഓഫ് വൈബ്രേഷൻസ് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അതേപോലുള്ള ഒന്നിൽ കൂടുതൽ ലൈറ്റ് വേവ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്നിൽ കൂടുതൽ ലൈറ്റ് വേവ് ഹാവിംഗ് മോർ ദാൻ 1 ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ എന്ന് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആവുന്നില്ല? ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് എന്ന് പറയുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഈസ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഈ പറയുന്ന അൺപോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ ഒരു പോളറൈസറിലൂടെ പാസ് ചെയ്യുന്നു. We are passing the unpolarized light through a polarizer. എന്താണ് പോളറൈസർ? പോളറൈസർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒന്നിൽ കൂടുതൽ ഡയറക്ഷനിൽ വൈബ്രേഷൻ ഉള്ള ലൈറ്റിനെ ഒരു ഡയറക്ഷൻ ആയിട്ട് മാറ്റുന്ന ഒരു ഡിവൈസ് ആണ് നമ്മൾ എന്ത് പറയാ? പോളറൈസർ എന്ന് പറയാ. ഈ പോളറൈസറിൽ ഒരു ഒപ്റ്റിക് ആക്സിസ് ഉണ്ട്. ഒപ്റ്റിക് ആക്സിസ്, ഈ പറയുന്ന ഡോട്ടർ ലൈൻ വരച്ചിരിക്കുന്നതിന്റെ പേരാണ് ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയാം. ടെക്സ്റ്റ് ബുക്കിൽ പല പേരുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു പേര് പഠിച്ചാൽ മതി. ഒപ്റ്റിക് ആക്സിസ് എന്ന് സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. സോ ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് ഈ പറയുന്ന പോളറൈസറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈറ്റുകളിനെ മാത്രമേ അത് കടത്തിവിടുകയുള്ളൂ. ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വൈബ്രേഷന് മാത്രമേ അത് കടത്തിവിടത്തുള്ളൂ. സോ എന്തായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരിക? ഔട്ട്പുട്ടിനകത്ത് ഈ പറയുന്ന ഡോട്ട് ഉണ്ടാവില്ല. കാരണം എന്താണ്? ഡോട്ട് മറ്റൊരു ഡയറക്ഷൻ ഓഫ് വൈബ്രേഷനെയാണ് ഡോട്ടർ ലൈൻസ് അല്ലെങ്കിൽ ഡോട്ട് സൂചിപ്പിക്കുന്നത്. സോ ഈ പറയുന്ന പോളറൈസറിലൂടെ പാസ് ചെയ്യുന്ന ഔട്ട്പുട്ട് വരുന്ന ലൈറ്റിനകത്ത് ഈ പറയുന്ന ഡോട്ട് ഉണ്ടാവില്ല. അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇവിടെ വൈബ്രേഷൻസ് ഉള്ളൂ. സെക്കൻഡ് ഡയറക്ഷനിലുള്ള വൈബ്രേഷൻ നമ്മൾ എന്ത് ചെയ്തു? റിസ്ട്രിക്ട് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഈ പറയുന്ന പോളറൈസർ അബ്സോർബ് ചെയ്യപ്പെട്ടു. ക്ലിയർ ആവുന്നത്? അങ്ങനെ മനസ്സിലാക്കുക. സോ ഇതാണ് നമ്മുടെ പോളറൈസ്ഡ് ലൈറ്റ്. ഇതാണ് പോളറൈസ്ഡ് ലൈറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഒരു പോളറൈസറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്തായി മാറുന്നു? പോളറൈസ്ഡ് ലൈറ്റ് ആയി മാറുന്നു. പോളറൈസറിന്റെ പ്രത്യേകത അതിന്റെ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്ന വൈബ്രേഷൻസ് മാത്രമേ അത് കടത്തിവിടത്തുള്ളൂ. ബാക്കിയുള്ള വൈബ്രേഷൻസ് അത് അബ്സോർബ് ചെയ്യപ്പെടും. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇനീഷ്യലായിട്ട് നമ്മുടെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് I0 ആണെങ്കിൽ, ഈ പറയുന്ന പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് നമുക്ക് ഇതിനെ പറയാം. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് I0 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. കാരണം ഒരു ഡയറക്ഷന് മാത്രമായി അതിന്റെ വൈബ്രേഷൻ ചുരുങ്ങിയപ്പോൾ അതിന്റെ ഇന്റൻസിറ്റി എന്തായി മാറി? പകുതിയായി ചുരുങ്ങി. അപ്പൊ I0 എന്ന് പറയുന്ന ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് നമ്മൾ പോളറൈസറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇന്റൻസിറ്റി എന്തായിട്ട് കുറയും? I0 ബൈ 2 ആയിട്ട് കുറയും. ക്ലിയർ? ഇതാണ് പോളറൈസർ എന്ന് പറയുന്ന ഒരു ഡിവൈസിന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഈ പോളറൈസ് ചെയ്യപ്പെട്ട പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ വീണ്ടും ഒരു ക്രിസ്റ്റലിലൂടെ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അനലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ മറ്റൊരു ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾ അനലൈസർ എന്നാണ് പറയുക. അപ്പൊ ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ അനലൈസറിലൂടെ കൂടി പാസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ക്ലിയർ? അപ്പൊ ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ വൈബ്രേഷൻസ് ഉള്ളൂ. ഇത് അനലൈസറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും അതുപോലെ തന്നെ ഒപ്റ്റിക് ആക്സിസ് ഉണ്ടാവും. സോ എന്താണ് സംഭവിക്കുക? ഒരു മാറ്റവും സംഭവിക്കില്ല. ഇതേപോലുള്ള ലൈറ്റ് അപ്പുറത്തേക്കും പാസ് ചെയ്യപ്പെടും. ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. കാരണം എന്താണ്? അനലൈസർ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? അനലൈസർ ഈസ് പ്ലേസ്ഡ് പാരലൽ ടു ദ വൈബ്രേഷൻ. ഈ വൈബ്രേഷന് പാരലൽ ആയിട്ടാണല്ലേ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതേ വേവ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന വേവ്സ് എല്ലാം അതുപോലെ തന്നെ പാസ് ചെയ്യും. ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇന്റൻസിറ്റിക്കും ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇവിടെ കിട്ടുന്ന ഇന്റൻസിറ്റി എന്തായിരിക്കും? I0 ബൈ 2 തന്നെ ആയിരിക്കും. കാരണം ഇത് പാരലൽ ആയിട്ട് നമ്മുടെ അനലൈസർ വെച്ചിട്ടുണ്ടാവും. ഇതിന്റെ പേര് അനലൈസർ എന്നാണ്. ഓക്കെ,
അനലൈസർ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയുകയാണ്. ഈ അനലൈസർ ഇപ്പൊ നമ്മൾ പാരലൽ ആയിട്ടല്ലേ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ അനലൈസർ പാരലൽ പൊസിഷനിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്തിയാൽ, അതായത് ഈ ആംഗിളിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്തിയാൽ, ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ ആംഗിൾ തീറ്റ ഈക്വൽ ടു 0 അല്ലെങ്കിൽ 180 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ ഇന്റൻസിറ്റി എന്തായിരിക്കും? ഇന്റൻസിറ്റി മാക്സിമം ആയിരിക്കും. ഇന്റൻസിറ്റി മാക്സിമം ആയിരിക്കും. ക്ലിയർ അല്ലേ? മാക്സിമം ഇന്റൻസിറ്റിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ അല്ലേ? ഈ പറയുന്ന ആംഗിൾ 0 അല്ലെങ്കിൽ 180 ഡിഗ്രി, അതായത് ഇതിന് പാരലൽ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുക. ഈ പറയുന്ന വൈബ്രേഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ 0 അല്ലെങ്കിൽ 180 ഡിഗ്രി ആണ് കേട്ടോ, അല്ലാതെ ആക്സിസിനെ അല്ല നമ്മൾ കമ്പയർ ചെയ്യുന്നത്. വൈബ്രേഷന് പാരലൽ ആണ്, ഇത് രണ്ടും പാരലൽ ആണ്. സോ 0 അല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ പ്ലേസ് ചെയ്ത് വെച്ചാൽ മാക്സിമം ഇന്റൻസിറ്റി നമുക്ക് കിട്ടും. ഇന്റൻസിറ്റി ഈസ് മാക്സിമം, അതിനോട്ടല്ല ഐ എന്ന് കൺസിഡർ, ഐ ഈസ് മാക്സിമം എന്ന് വിചാരിക്കാം. അടുത്ത കാര്യം, ഈ പറയുന്ന ആംഗിൾ നമ്മൾ ഡിക്രീസ് ചെയ്യാണ് വെക്കുക. ആംഗിൾ നമ്മൾ ഡിക്രീസ് ചെയ്യാണ്. ആംഗിൾ ഡിക്രീസ് ചെയ്യാന്ന് വെച്ചാൽ ഈ പറയുന്ന പോളറൈസറിന്റെ പൊസിഷൻ ഓൾമോസ്റ്റ് ചരിച്ചു വെക്കുന്ന പോലെ, ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മുടെ പോളറൈസർ വെക്കുന്ന സമയത്ത്, ഇങ്ങനെ ചരിച്ചിട്ടാണ് നമ്മുടെ പോളറൈസർ വെക്കുകയാണെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? കുറെ കൂടി വൈബ്രേഷൻസ് പ്രിവെന്റ് ചെയ്യപ്പെടും. അപ്പൊ ഇത്രയും വൈബ്രേഷൻസ് കടന്നു പോവോ? ഇല്ല. സോ ഇന്റൻസിറ്റി എന്ത് സംഭവിക്കും? ഡിക്രീസ് ചെയ്യപ്പെടും. ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യപ്പെടും. ആംഗിൾ, ഈ പറയുന്ന അനലൈസറിന്റെ ആംഗിൾ കമ്മിയാവും തോറും, ഇതാണ് ആംഗിൾ എന്ന് പറയുന്നത്, ഈ ആംഗിൾ തീറ്റ കമ്മിയാവും തോറും ഈ പറയുന്ന ഇന്റൻസിറ്റി ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് എന്താണ്? കമ്മിയാകപ്പെടും. ഓക്കെ, സപ്പോസ് നമ്മുടെ ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് വെക്കുകയാണ്. ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇന്റൻസിറ്റി എന്താവും? 0 ആയിട്ട് മാറും. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് 0 ആയിട്ട് മാറും. ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സോ അനലൈസറിന്റെ ആംഗിൾ എങ്ങനെയാണ് പുറത്തു വരുന്ന എമർജന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഈ പറയുന്ന അനലൈസർ 0 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഇന്റൻസിറ്റിയിൽ എമർജന്റ് ലൈറ്റ് കിട്ടും. നമ്മുടെ അനലൈസർ ആംഗിൾ കമ്മിയാക്കി വെക്കുമ്പോൾ ഇന്റൻസിറ്റിയും കമ്മിയായി വരും. സപ്പോസ് നമ്മുടെ അനലൈസർ 90 ഡിഗ്രിയിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇന്റൻസിറ്റി എന്തായി മാറും? 0 ആയിട്ട് മാറും. ഇതാണ് നിങ്ങൾക്ക് പോളറൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് 2 ലോസ് കൂടിയുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ നിന്നുള്ള വളരെ ചെറിയൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അതായത് പോളറൈസേഷൻ റിലേറ്റ് ചെയ്ത് തന്നെ ഇത് പഠിക്കണം. ലോ ഓഫ് മാളൂസ്. മാളൂസ് എന്നൊക്കെ പറയാം, എന്താണ് എക്സാക്ട് പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. ലോ ഓഫ് മാളൂസ്, കാരണം നമുക്ക് അങ്ങനെയാണോ തോന്നുന്നത്. അപ്പോൾ ലോ ഓഫ് മാളൂസ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ദ ഇന്റൻസിറ്റി ഓഫ് എമർജന്റ് ലൈറ്റ്, നമ്മൾ ഈ പറയുന്ന അനലൈസറിന് പുറത്ത് വരുന്ന ലൈറ്റ് ആണ് എമർജന്റ് ലൈറ്റ് എന്ന് പറയാം. സോ ആ എമർജന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ അനലൈസർ ആൻഡ് പോളറൈസർ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്ന എനിക്ക് മനസ്സിലായി. എന്താന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് വരുന്ന ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന അനലൈസർ കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് I0 into cos square theta. I0 into cos square theta. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വളരെ സിമ്പിൾ ആണ്. ഡെഫിനിഷൻ അതുപോലെ തന്നെ സിമ്പിൾ ആവണമെന്നില്ല. അതായത് the intensity of emergent light is equal to the square of the cosine of the angle between polarizer and analyzer. ഇതിനകത്ത് തീറ്റ എന്ന് പറയുന്നത് പോളറൈസറും അനലൈസറിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ്. എങ്ങനെയാണ് പോളറൈസറും അനലൈസറും പ്ലേസ് ചെയ്തിരിക്കുന്നത്, അത് രണ്ടും നമ്മൾ ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയാം. സോ എന്ത് പറയാം? the intensity of emergent light is equal to the square of cosine of angle between analyzer and the polarizer. ഈ ചാപ്റ്ററിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, അല്ലെങ്കിൽ അവസാനത്തെ ടോപ്പിക്കാണ് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ബ്രിസ്റ്റോസ് ലോ എന്ന് പറയുന്ന ഒരു ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് പ്രോബ്ലംസും കണ്ടുവരാറുണ്ട്, എന്താണ് ഈ ലോയുടെ ഡെഫിനിഷൻസും കണ്ടുവരാറുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പൊ അതെന്താന്ന് വെച്ചാൽ നമ്മളൊരു ട്രാൻസ്പാരന്റ് മീഡിയം കൺസിഡർ ചെയ്യാം. ഇതൊരു ട്രാൻസ്പാരന്റ് മീഡിയം ആണ് കൺസിഡർ ചെയ്യാം. സോ ഈ ട്രാൻസ്പാരന്റ് മീഡിയത്തിലോട്ട് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യാണ്. അപ്പൊ എന്താണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്നെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഈ പറയുന്ന ട്രാൻസ്പാരന്റ് മീഡിയത്തിലോട്ട് ഇൻസിഡന്റ് ചെയ്യാണെന്ന് വെക്കാം. സോ ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അൺപോളറൈസ്ഡ് ലൈറ്റിന്റെ പ്രത്യേകത എന്താണ്? ഡിഫറെന്റ് ഡയറക്ഷനിൽ അതിന്റെ വൈബ്രേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഇവിടെ ഇൻസിഡന്റ് ചെയ്യാണ്. ഫൈൻ. അപ്പൊ അതിൽ certain ലൈറ്റ് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്തിട്ട് പോവും. ഒരു ചെറിയ ഫ്രാക്ഷൻ എന്താണ് ഇതിനകത്തോട്ട്, ഈ മീഡിയത്തിനകത്തോട്ട് പാസ് ചെയ്യും. certain ഫ്രാക്ഷൻ റിഫ്ലക്ട് ചെയ്തിട്ട് പോവും. അത് വേറെ certain ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മീഡിയത്തിനകത്തോട്ടും പോകും. ഈ മീഡിയത്തിനകത്തോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇൻസിഡന്റ് ആവുന്നത് പോലെ തന്നെ അൺപോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും ഈ മീഡിയത്തിനകത്തോട്ട് പാസ് ചെയ്യുന്നത്. പക്ഷേ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ഫ്രാക്ഷൻ, ഇതാണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് എന്തായിരിക്കും? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് എങ്ങനെയായിരിക്കും? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. നമുക്കിവിടെ നോർമൽ വരച്ച് നമുക്കറിയാം, ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ നമുക്കറിയാം.
ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റയാണ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ അല്ല റിഫ്ലക്ഷൻ. സോ നമുക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ്, ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു ട്രാൻസ്പാരന്റ് മീഡിയത്തിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ അതിന്റെ ഒരു വൺ ഓഫ് ദ പോർഷൻ നമ്മൾ ഈ പറയുന്ന മീഡിയത്തിലോട്ട് റിഫ്രാക്ട് ചെയ്ത് പോകും, മറ്റൊരു ഫ്രാക്ഷൻ റിഫ്ലക്ട് ചെയ്ത് പാസ് ചെയ്യും. ഈ റിഫ്ലക്ട് ചെയ്ത് പാസ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് പോളറൈസ്ഡ് ലൈറ്റ് ആണ്, അല്ലെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഈ പറയുന്ന റിഫ്രാക്ട് ചെയ്ത് പോകുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റ് തന്നെയായിരിക്കും. അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഇത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ്, ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ എന്താണ്? ഒരു ഡയറക്ഷൻ, അല്ലെങ്കിൽ അത് ഒരു ഡയറക്ഷനിൽ മാത്രമേ അതിന്റെ വൈബ്രേഷൻസ് ഉണ്ടാവുള്ളൂ. ഇത് ഒരു പോളറൈസ്ഡ് ലൈറ്റിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ആംഗിളിലും ഇതുപോലെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഫോം ചെയ്യില്ല. ഒരു സെർട്ടൈൻ ആംഗിൾ, അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്ന ഒരു സെർട്ടൈൻ ആംഗിളിൽ മാത്രം ഇൻസിഡന്റ് ചെയ്യുമ്പോൾ മാത്രമേ ഈ പറയുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഫോം ചെയ്യത്തുള്ളൂ. ഈ സെർട്ടൈൻ ആംഗിൾ തീറ്റനെ നമ്മൾ പറയുന്ന പേരാണ് ബ്രസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടാ? ഈ പറയുന്ന ഏത് ആംഗിളിലാണോ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഫോം ആവുന്നത് ആ ആംഗിളിനെ പറയുന്നതാണ് ബ്രസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയുക. അതിനെ തീറ്റ എന്നാണ് നമ്മൾ നോട്ട് ചെയ്യുക. ഇനി എന്താണ് ബ്രസ്റ്റേഴ്സ് ലോ എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. Tangent of angle will be equal to refractive index of the medium, അല്ലെങ്കിൽ ട്രാൻസ്പാരന്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ടാൻജന്റ് ഓഫ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെ പ്രോബ്ലംസ് ചോദിക്കാം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മീഡിയം എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണെന്ന് വെക്കുക. ഇഫ് n ഈക്വൽ ടു 1.5 ആണെങ്കിൽ tan theta equal to 1.5 എന്ന് വരും. Therefore theta equal to tan inverse of 1.5 എന്ന് വരും. ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. theta equal to tan inverse of 1.5 എന്ന് വരും. ഈക്വൽ ടു ആൻസർ എത്ര വരും? ആൻസർ 56.3 എന്ന് വരും. ഞാൻ ഇവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആൻസർ 56.3 എന്ന് വരും. തീറ്റ ഈക്വൽ ടു 56.3. എന്താണ് തീറ്റ? പോളറൈസിങ് ആംഗിൾ ആണ് തീറ്റ. തീറ്റ ഈസ് ദ പോളറൈസിങ് ആംഗിൾ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. എല്ലാ ആംഗിളിലും പോളറൈസ് ചെയ്യപ്പെടില്ല. ഏത് ആംഗിളിലാണോ പോളറൈസ് ചെയ്യപ്പെടുക ആ ആംഗിളിനെയാണ് ബ്രിസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയുക. ബ്രിസ്റ്റേഴ്സ് ലോ പറയുന്നത് ടാൻജന്റ് ഓഫ് ദ ആംഗിൾ വിൽ ബി ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. അപ്പൊ ടാൻ തീറ്റ ഈക്വൽ ടു n എന്ന് വരും. ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവർ ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പൊ ടാൻ തീറ്റ ഈക്വൽ ടു 1.5 ആണെങ്കിൽ പോളറൈസിങ് ആംഗിൾ തീറ്റ ഈക്വൽ ടു, അല്ലെങ്കിൽ തീറ്റ പി എന്ന് വേണമെങ്കിൽ സഫിക്സിൽ എഴുതാം. അതായത് പോളറൈസിങ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1.5. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടാവും. അപ്പൊ ആൻസർ എത്രയാണ്? 56.3. അതായത് 56.3 എന്ന് പറയുന്ന ആംഗിൾ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ മാത്രമേ ഈ പറയുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ. സോ ഫർദർ ചാപ്റ്റേഴ്സിന്റെ വീഡിയോ അപ്കമിംഗ് ഡേയ്സിനകത്ത് വരും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.